പോലെ തുല്യമാണ് വില്ലനും. കണ്ട പ്രേക്ഷകരെല്ലാം പറയുന്നത് വെച്ചാൽ ബോളിവുഡ് ലെവലിലേക്ക് അല്ലെങ്കിൽ ബോളിവുഡ് ലെവലിലേക്ക് പെർഫോം ചെയ്ത ഒരു ആക്ടറാണ് താങ്കൾ. ഒരു ജോക്കർ ആ ലെവലുണ്ട്, എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ആ ലെവൽ പെർഫോം ചെയ്യുന്ന ആക്ടറാണ് താങ്കൾ. അപ്പോൾ ആ എങ്ങനെയുണ്ട് ചാക്കോച്ചനെ പോലെ ഒരു പിടിച്ചിരിക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എന്താണ് ഭയങ്കര എൻജോയ് ചെയ്യുന്നതെല്ലാവരും സിനിമയിലേക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് കാണുന്ന സീൻസ് ഒക്കെ ശരിക്കും വളരെ ചിരിച്ച് കളിച്ചും എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇത്രയും നല്ലൊരു ടീമുള്ളപ്പോൾ നേരത്തെ ഇറ്റ്സ് വെരി ഈസി, ഓർഗാനിക്കലി സംഭവിക്കും. നമുക്കൊരു സ്പേസ് തന്നൊരു ഡയറക്ഷനാണ്, ഒരു പ്രൊഡ്യൂസറാണ്, ഒരു എല്ലാ ടെക്നിക്കൽ ടീമും ക്വൈറ്റ് റിസർച്ച് ചെയ്യണം. അപ്പോൾ ഐ തിങ്ക് ക്രെഡിറ്റ് ഗോസ് ടു ദാറ്റ്. ഓഫ് കോഴ്സ് ഒരു ക്യാരക്ടർ ഭയങ്കര ഹെവി കൺഫ്യൂസറാണ്, അതിനുള്ള കുറച്ച് റീസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി. പക്ഷെ അതിൽ ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ആ സ്ക്രിപ്റ്റ് ആൻഡ് വി ഹാവ്. ഹായ്, എൻ്റെ പേര് അമൽ. ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്തു. I really liked the experience. It was really fun. It was an 18 and I really liked working with him. It was super. It was super funny. And overall, yeah, I had a good experience. Over to you. Hi, and it was a great experience. I think I'm very grateful for Jittu sir for selecting me. I didn't know so I'm very grateful for that. Also, working with Chakochan, working with this team, this wasn't anything that I could ask for. Thank you. നമസ്കാരം, എൻ്റെ ഐശ്വര്യ. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഇവിടെ പറയാനുള്ളത് ഏറ്റവും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തന്നെയാണ് ഏറ്റവും നല്ല മെമ്മറി എന്ന് പറയുന്നത്. സോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയൊരു നല്ല ബ്രേക്ക് തന്നെയാണ്. സോ മൂവിയുടെ റെസ്പോൺസ് നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. ഇത്രയും നാളും ഞാൻ കണ്ടു വളർന്നിരുന്ന അല്ലെങ്കിൽ ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ച കുറേ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിപ്പോൾ മാർട്ടിൻ സാർ ആണെങ്കിലും സാറിൻ്റെ മൂവീസ് കണ്ടു വളർന്ന ആൾക്കാരാണ്. ഷാഹിക, ചാക്കോച്ചൻ എസ്പെഷ്യലി പറയേണ്ട ആവശ്യമില്ല. പ്രിയമൈ മാമാണെങ്കിലും ജഗദീഷേനാണെങ്കിലും നിഷാദ് ആണെങ്കിലും ഇവരുടെയൊക്കെ മൂവീസ് കണ്ട് വന്ന ആൾ എന്ന നിലയിൽ എനിക്ക് കിട്ടാവുന്നത് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആൻഡ് ഏറ്റവും ഉപരി ജിത്തു സാറിനെ പറ്റി തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് ഡയറക്ടറാണ്. എനിക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും ഇവിടുന്ന് അതിൻ്റെ മാക്സിമം ഞാൻ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കാസ്റ്റ്, നല്ലൊരു ക്രൂ, എല്ലാവരും ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് തന്നെയായിരിക്കണം നമ്മുടെ മൂവിയുടെ സക്സസ്. സോ താങ്ക് യു സോ മച്ച്. റിസൾട്ടിൽ ഒരുപാട് സന്തോഷം. എക്സ്പീരിയൻസ് നല്ല കട്ട പണിയാണ്. ഇവരോട് വർക്ക് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയില്ല. ഇവർ രണ്ടുപേരും സ്റ്റുഡിയോ വന്നിരുന്നത് ഒരു 5 സിനിമ ചെയ്യുന്ന ഞങ്ങൾ കുറച്ച് ടൈം എടുത്തുള്ളൂ. പക്ഷെ എടുത്ത ടൈം നല്ല ഡേ നൈറ്റ് പരിപാടിയായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ അധികം പറയാം. സ്വാഭാവികമാണ്. ഇവിടെ പല കേസ് അന്വേഷിച്ച് നമുക്കുണ്ടാകുന്ന അനുഭവം സ്വന്തം വീട്ടിലുണ്ടാകുന്ന അനുഭവം പല പറയുന്ന തരം പോലീസും ഒരു മനുഷ്യനാണ് ഓർമ്മ. അത് ചാക്കോച്ചൻ ആ ഡയലോഗ് പറയുന്ന സമയത്ത്, ആ ഡയലോഗ് വായിക്കുന്ന സമയത്ത് ചാക്കോച്ചൻ്റെ സ്വയം ഉണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു? എനിക്ക് വളരെ അടുത്തുള്ള പോലീസ് സുഹൃത്തുക്കളുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെന്റ് ജോബ് പോലെ എന്താ പറയുക, ഒരു 9 to 5 ജോബ് എന്ന രീതിയിൽ നമുക്കൊരിക്കലും കണക്കാക്കാൻ പറ്റില്ല. 24/7 അവർ ഓണാണ്, അല്ലെങ്കിൽ അവർ ഓൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിനുള്ള ഡ്യൂട്ടി പോലും മറന്ന് ചെയ്യേണ്ട അവസരങ്ങളും ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അത് എത്രത്തോളം ഇവരുടെ ആരോഗ്യത്തെ, പ്രത്യേകിച്ച് മാനസികമായ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടെയാണ്. അപ്പം ഷാഹിന്റെ അടുത്ത് വന്ന് ഈ കഥ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിന്റെ സീക്വൻസുകൾ, പിന്നെ ഇയാൾ പോകുന്ന കുറച്ച് ഇമോഷണൽ യാത്രകളുമല്ല, ഒരു പരിധിവരെ എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിത്വങ്ങളിലൂടെ, പോലീസ് സുഹൃത്തുക്കളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കാക്കി ഇടുന്നവരെ
പേടിയോടെ മാത്രം കാണുന്ന ഒരു സമൂഹമല്ല വേണ്ടത്. അവരൊരു പരിഗണനയും കൂടെ വേണ്ടുന്ന ഒരു സമൂഹം കൂടെയാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം അവരും മനുഷ്യരാണ്. ഇവിടെ പോലെ അവർക്കും ഒരു കുടുംബമുണ്ട്. അയാളൊരു അച്ഛനാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ്, ഒരു മകനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അത് സമൂഹത്തിന് പല തിന്മകളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവർ പോരാടാൻ ഇറങ്ങുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ജീവിതവും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പല ആൾക്കാരെയും പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടായിരിക്കും ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത്. റെസ്പെക്ട്. അപ്പൊ ആ ഒരു കാര്യം സിനിമയിൽ നടന്നു പോകുന്നുണ്ട്. ഞാൻ വില്ലനല്ല, ഇവിടെ പറഞ്ഞത്. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി നാളിന് ശേഷം എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഒപ്പം മൂവി ഗാനങ്ങളുടെ അവിടെ ചെയ്തിട്ട് പിന്നെ ഞാൻ മലയാളത്തിലൊരു ഏറ്റവും നല്ല റോളിലൂടെ വർക്ക് ചെയ്യുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. കാരണം എനിക്കതിൽ പേഴ്സണലി ഞാൻ എത്ര വലുതായാലും ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ ഒരു മൂവിയാണ്. ഇത് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു മൂവിയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ചാക്കോച്ചിനോട് വർക്ക് ചെയ്യുന്നതാണെങ്കിലും പ്രിയ ചേച്ചിയാണെങ്കിലും ഷാനിക്ക, ജിത്തുചേട്ടൻ, മാർട്ടിനേട്ടൻ എല്ലാവരും ഒരുപാട് സന്തോഷം. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. എനിക്ക് ഷൂട്ടിംഗ് ഡേറ്റ്സും ഭയങ്കര കുറച്ച് ദിവസമുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു എന്നുള്ളത് ഫിലിം കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാ റെസ്പോൺസുകൾക്കും. പല പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റി തോന്നുന്നു. അത് വളരെ ഒരു ലക്കി ഫാക്ടറാണ് ആക്ച്വലി. കാരണം ഒരു 3-4 months ഓഫ് ഷൂട്ട് ഉണ്ടായിരുന്നു ഡിഫറെൻറ്റ് ടൈംസിൽ. ആൻഡ് ഓൾമോസ്റ്റ് 6 months ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ ചെയ്ത് വർക്ക്ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോയത്. സോ ഐ തിങ്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ താങ്ക്സ് ടു ലോട്ട് ഓഫ് പീപ്പിൾ. ഇമോഷണൽ ബാക്കിംഗ് കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് വേറൊരു തരത്തിൽ ആൾക്കാരിലേക്ക് റിലേറ്റ് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ ഓരോ ഇടിക്കും അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കാണ് ഒരു ഫീല് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ആ ഇമോഷണൽ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ളവരാണ്. അത് തീർച്ചയായിട്ടും ഉടനീളം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. ഇപ്പം ശരിക്കും ഈ രണ്ട് സൈഡുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ആന്റഗോണിസ്റ്റിന്റെ സൈഡ് അല്ലെങ്കിൽ പ്രോട്ടഗോണിസ്റ്റിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇവരിൽ ആരുടെ ഭാഗത്താണ് 100% ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല. ചില സമയത്ത് നമുക്ക് ഹരിശങ്കറിനോട് ഇയാൾ ചെയ്ത് തെറ്റല്ലേ തോന്നിപ്പോകാം. ചില സമയത്ത് മറ്റു വൈഷ്ണവരുടെ അവരുടെ ചെയ്തികൾ അവര് ചെയ്യുന്ന കാര്യങ്ങൾ ചില ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവാം. അപ്പൊ അത് മാനുഷികമാണ്. കാരണം എല്ലാവരും 100% ക്ലീൻ അല്ല, അല്ലെങ്കിൽ ശരിയല്ല, അല്ലെങ്കിൽ തെറ്റല്ല എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ കഥാപാത്രങ്ങളുടെ സൃഷ്ടികളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തികളെല്ലാം എന്ന് ഉപയോഗിക്കുന്നത്. അതിപ്പം പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം 100% നിയമാനുസൃതമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും, എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമ ആൾക്കാരേക്ക് ഏറ്റവും നല്ല രീതിയിൽ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ആക്ഷൻ ഫോട്ടോഗ്രാഫി ആണെങ്കിലും അല്ലെങ്കിൽ ഇമോഷൻസ് ആണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും ഇത് ഒരു സാധാരണക്കാരന് പറ്റാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇമോഷണലി ട്രെയിൻ ആയിരിക്കുന്ന ഒരാള് സ്വന്തം പേഴ്സണൽ ലൈഫിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ എങ്ങനെ ചാർജ് അപ്പ് ആവും അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ടുള്ള ശക്തി ആർജവം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് ആ പാത്ര സൃഷ്ടിയിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ ഇമോഷണൽ ബാക്കിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ കോറിയോഗ്രാഫിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇമോഷണൽ സപ്പോർട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ പുതിയ സിനിമ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്, ആ ഒരു ട്രാക്കിലേക്ക് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം ആക്ടേഴ്സാണ് അതിനങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്തത്. അപ്പൊ അത് ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം മലയാള സിനിമ ശരിക്കും ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ ഡെയറിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ സ്പീക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ട്രൈ ഔട്ട് ചെയ്യുന്ന ധൈര്യമുള്ള ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അത് തന്നെയാണ് ഏറ്റവും നല്ല സിനിമകൾ. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സിനിമകൾ ക്വാളിറ്റി വൈസ് നമുക്ക് സിനിമാ ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം മലയാളത്തിൽ നിന്നല്ല മറ്റു ഭാഷകളിൽ നിന്ന് പോലും ആൾക്കാർ കുറ്റു നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് ഓഡിയൻസിന്റെ ഭാഗത്തു നിന്നും കൂടി ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മളങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ അത് അതേ രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചു. അത് അതേ രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഇതേപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ സംഭവിക്കുകയും ഇങ്ങനത്തെ വിഷയങ്ങൾ ഇത്ര ആധികാരികമായിട്ട് അല്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്.
അപ്പം അതിന് ക്വാളിറ്റിയെ യാതൊരു രീതിയിൽ കോംപ്രമൈസ് ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ടീമും ഒരു പ്രൊഡക്ഷൻ വാല്യൂയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രേക്ഷകർ തിയേറ്ററുകളിലും ചെന്ന് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു തിരിച്ചറിവും ഇങ്ങനത്തെ നല്ല സിനിമകൾ ഇനി മലയാള സിനിമയിൽ ഉണ്ടാകുന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത് മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മളെല്ലാവരും മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ കൊറിയോഗ്രഫി ഇപ്പോൾ മറ്റൊരു സിനിമയിലുണ്ടാകുന്ന ഒരു ഫൈറ്റ് കൊറിയോഗ്രഫി ആയിരിക്കില്ല ചിലപ്പോൾ ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലും ചില പരമായിട്ടുള്ള കൊറിയോഗ്രഫി അടുത്ത സിനിമകളോട് സംഭവിക്കും. അപ്പോൾ ആൾക്കാർ ആ ഒരു ബെഞ്ച് മാർക്ക് വയ്ക്കുമ്പോഴും അതിൻ്റെ മേളിലൊക്കെ അടുത്ത സ്കെയിലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതിനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി മലയാള സിനിമ ഇനിയും ഒരു ഗോൾഡൻ ഫേസിലൂടെ തന്നെ കടന്നു പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും എല്ലാം കൂടെ നിൽക്കുന്നവരാണെങ്കിലും കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാം ആ തരത്തിൽ തന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യണം. ആ ഒരു കഥാപാത്രമായിട്ട് മാറാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് വേണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സംവിധായകനും തിരക്കഥാകൃത്തും ഉണ്ടെങ്കിൽ ഒരു അഭിനേതാവിന് ജസ്റ്റ് അങ്ങനെ നിന്ന് കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കി സ്വാഭാവികമായിട്ടുണ്ടാവും. ഓർഗാനിക് ആയിട്ടുള്ളൊരു ഗ്രോത്ത്, ഒരു ഡെവലപ്മെന്റും ഒരു ഇൻവോൾവ്മെന്റും എല്ലാം ഈ കഥാപാത്രം ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശരിയും ഞാനും അതിൽ അപ്പോൾ ഇൻട്രോ സീൻ തന്നെയാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് സിനിമയുടെ. അപ്പോൾ ആ ഡയലോഗുകൾ പറയുമ്പോഴും ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രീകാന്ത് ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഷോർട്ട് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് വന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് തന്നു. അപ്പോൾ അത് ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ശരിക്കും ഒരു അവാർഡ്, ഒരു അംഗീകാരം കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അറിഞ്ഞു അറിയാതെ നമ്മുടെ കഥാപാത്രങ്ങൾ മാറാൻ വേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ